കേരളം ധനവിനിയോഗ സാക്ഷ്യപത്രം നൽകാത്തതിനാലാണ് വയനാട് ദുരന്തത്തിൽ കൂടുതൽ സഹായങ്ങൾ നൽകാൻ സാധിക്കാത്തതെന്ന് കേന്ദ്ര സർക്കാർ. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയുടെ ധനവിനിയോഗ സാക്ഷ്യപത്രം നാളിതുവരെ നൽകിയിട്ടില്ല. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 260.56 കോടി രൂപയുടെ ധനസഹായമാണ് കേന്ദ്രം അനുവദിച്ചത്. 2024 ജൂലൈ 30 വയനാട് മേപ്പാടി ചൂരൽമല പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാർ കാണിച്ച വീഴ്ച വിവാദമായിരുന്നു. ജൂലൈയിൽ നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നവംബർ 13 മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. സംസ്ഥാനത്തിന്റെ ആവശ്യവും നിലവിലെ മാർഗനിർദ്ദേശങ്ങളും പരിശോധിച്ച് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 260.56 കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര സർക്കാർ അനുവദിച്ചു. മാനദണ്ഡപ്രകാരം ഈ തുകയുടെ 30% ആദ്യ ഗഡുവായി നൽകുക. അവ വിനിയോഗിച്ച ശേഷം 40%, പിന്നീട് 30% നൽകുന്നതാണ് രീതി. ഇപ്രകാരം 260.56 കോടിയുടെ 30% 76.16 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറി. എന്നാൽ നാളിതുവരെ ഇതിന്റെ ധനവിനിയോഗ സാക്ഷ്യപത്രം കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടില്ല. അതിനാൽ തന്നെ അടുത്ത ഗഡുവായ 40% തുക കൈമാറാൻ നിയമ തടസ്സങ്ങളുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നിയമസഭയിൽ രേഖാമൂലം വ്യക്തമാക്കി. 40% തുക വിനിയോഗിച്ച ശേഷം അതിന്റെ ധനവിനിയോഗ സാക്ഷ്യപത്രം സമർപ്പിച്ചാൽ മാത്രമേ അവസാന ഗഡുവായ 30% തുക കൂടി നൽകാൻ സാധിക്കൂ. കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തബാധിതർക്ക് സഹായങ്ങൾ നൽകുന്നില്ല എന്ന ആക്ഷേപങ്ങളിൽ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി. ജനം, ഡൽഹി.